എന്റെ അമ്മേ. ബിരിയാണി പാർസൽ റെഡി. സാർ ബില്ല്. ബില്ല് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ചോദിക്കാതെ കൊടുക്കുന്ന ഓരോ സാധനം ബില്ല. ഞാൻ ആരാണെന്ന് അറിയോ? എനിക്കറിയില്ല. പുറത്താരെങ്കിലും ചോദിച്ചു നോക്ക്. തൽക്കാലം സാർ ഈ ബില്ലൊന്നും ആ സാറിന് ബില്ല് കൊടുക്കണ്ട. ഇദ്ദേഹം ഈ വാർഡിലെ കൗൺസിലറാ, സെബാസ്റ്റ്യൻ കുഴുവേലി. അടുത്ത ടൈം മുനിസിപ്പൽ ചെയർമാൻ ആകും. ഓൻ പുതിയ ആളാ, നിങ്ങൾ ക്ഷമിക്കേ. എന്താ ബിരിയാണി! സാഹിബിന്റെ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കില്ല. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ പോത്തിന്റെ ആണോ അതോ മൂരിയുടെ? ആനേന്റെ എടോ കുഴുവേലി. 6 മാസത്തിന് താഴെ പ്രായമുള്ള ഇളം ആട്ടിൻകുട്ടിന്റെ ഇറച്ചിയാണ് നമ്മുടെ ബിരിയാണിന്റെ രഹസ്യം. പിന്നെ പടച്ചോന്റെ കൃപയും. എന്നും ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു പെടപെടപ്പാ. പിന്നെ കണ്ണടച്ച് പടച്ചോനെ വിളിക്കും, എന്റെ റബ്ബേന്ന്. ഒന്ന് പാളിയാ തീർന്നില്ലടോ കച്ചവടം. ദേ, നിങ്ങൾ ആ ഹോട്ടലും നോക്കി, എന്തോരം കച്ചവടം ഉണ്ടായിരുന്നതാ. ഒരശ്രദ്ധ, പഴകിയ ഭക്ഷണം, ഫുഡ് പോയിസൺ. ഒടുവിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് സീരി വെച്ച് പൂട്ടിയില്ലേ? പഴയതൊന്നും മറക്കരുത് സാഹിബേ. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ പൂട്ടിച്ചതെന്നറിയോ? അതിനൊരു പുതുപുത്തൻ മാരുതി കാറ് നമ്മളും വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതും മറക്കണ്ടാന്ന്. അല്ല, എവിടെ നിങ്ങളുടെ ആ കാറ്? 1 കിലോമീറ്റർ അപ്പുറത്ത് മാറ്റിയിട്ടേക്കാ. അതിന് നിങ്ങളുടെ കടയിൽ പാർക്കിംഗ് ഇല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പാർക്കിംഗ് സൗകര്യം മസ്റ്റാ സാഹിബേ. ആ തിരുമേനിയുടെ സ്ഥലത്ത് 10-30 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇതുവരെ അത് വാങ്ങാത്തത് കഷ്ടമാണ് സാഹിബേ. തിരുമേനി തരേണ്ടെന്ന് 100 തവണ ചോദിച്ചതാ, അടുക്കണില്ല. പക്ഷെങ്കി തിരുമേനി നമുക്കിത് തന്നേ പറ്റൂ. നമ്മളൊന്നും കാണാണ്ടല്ല തിരുമേനിയുടെ മൂത്ത മോളുടെ കല്യാണത്തിന് 10 ലക്ഷം ഉറുപ്പിക കടം കൊടുത്ത് സഹായിച്ചത്. അത് ഈ സ്ഥലത്തിന്റെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. തിരുമേനിയുടെ ഇളയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്ത് കണ്ടിട്ട്? ഈ സ്ഥലം വിറ്റാലല്ലേ തിരുമേനിക്കുട്ടിയുടെ കല്യാണം നടക്കൂ. നീ പോയി തന്ത്രത്തിലൊന്ന് മുട്ടി നോക്കി കാര്യം നടത്തി തന്ന എന്റെ മാരുതിക്കാരന്റെ സ്ഥാനത്ത് ബെൻസ് കാർ വരും. എന്താണോ കുഴുവേലി ഈ വഴിക്കൊക്കെ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ, കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അന്വേഷിച്ചിട്ട് എന്തിനാ? ഇല്ലത്തെ കുട്ടിയുടെ വിളിക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തിരുമേനി മനസ്സ് വെച്ച സാമ്പത്തികം ഉണ്ടാക്കാനാണോ പാട്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഒരല്പം അശ്രദ്ധ വന്നപ്പോ എനിക്ക് എന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അത് നേരാ എന്ന് കരുതി അന്യജാതിക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനും വിൽക്കാനും നാം അത് കൊടുക്കില്ല. മത്സ്യമാംസാദികൾ ആ പരിസരത്ത് നാം അടുപ്പിക്കില്ല. തിരുമേനി ദിവസവും കുളിക്കുന്ന അമ്പലക്കുളത്തിൽ മീനുണ്ടോ? മീൻ പിടയ്ക്കുന്ന പുഴയിലും കുളത്തിലും കുളിക്കാം. വെളുത്ത നിറത്തിൽ വരുന്ന പശുവിന്റെ ചോര ഊറ്റിയെടുത്ത് പാലെന്ന പേരിൽ കുടിക്കാം. അതിലൊന്നും ഒരു ശുദ്ധമില്ല, വൃത്തിയില്ല. എന്താ തിരുമേനി? എടോ, ഈ അശ്ലീലത്തെ പിടിച്ച് പടിക്ക് പുറത്താക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. വെങ്കട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. നാണോ? നാണാണ് നമ്മൾ. മനസ്സിലായില്ല? നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ, അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? പണം നമ്മൾ തരും. മൂർത്തി, മൂർത്തിയുടെ കോട സുർക്കാൻ കൊടുക്കണോ? കോട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? 1.5 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ.
മൂർത്തി നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. 12,10,000. 15 പൈസ ജാസ്തി ഉണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു. കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി മേസക്കുളുങ്ങണു. അനങ്ങാതെ നിൽക്കൂ. കേൾക്കാതെ. നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞ അനുസരിക്ക്. തിരുമേനി ഇനി ഒപ്പിടാൻ കൊടുക്കില്ല. താനതിൽ ഇടപെടണ്ട. ഏർപ്പെടും. ഇനി നമ്മൾ ഏർപ്പെടും. അടിച്ചോടിക്കണേ പറട്ടയല്ല കമ്മത്ത്. ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധപാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇത് ഒരു നെക്കിയാൽ നിങ്ങളുടെ തൽബണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ. ജീവൻ മതി. വിത്ത് ക്യാഷ്. മൂർത്തി ഈ ഗുണ്ടന്മാരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഫോട്ടോ എല്ലാം മേടിക്കാൻ കൊടുക്കണം. നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇവരെ വിളിക്കാൻ കൊടുക്കരുത്. തിരുമേനി പേടിക്കാൻ കൊടുത്തോ? ഹേയ് ഇതിലുണ്ടില്ല. ഉണ്ട നമ്മുടെ സേട്ടൻ കമ്മത്തിന്റെ കയ്യിലാ. അദ്ദേഹം അത് നമ്മൾക്ക് പൊട്ടിക്കാൻ തരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട മാത്രമേ ഉള്ളൂ. തോക്കില്ല. തോക്ക് നമ്മുടെ കയ്യിലല്ലേ. തോക്കിൽ ഉണ്ട ഇട്ടാലല്ലേ പൊട്ടിക്കാൻ പറ്റൂ. സ്വർഗത്തിൽ നമ്മൾ തോക്ക് പൊട്ടിക്കാറില്ല. കാർത്തിയാനി ഇദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് സംഭാരം കൊടുക്കുക. ഒന്നും വേണ്ട. നമ്മൾക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ കൊടുത്താൽ മതി. വസ്തു മോളെ ഒന്ന് ചെല്ലുക. ബിരിയാണി സ്ട്രീറ്റ്. നമ്മളുടെ കട ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് ഈ പേര് മാറും. പിന്നെ കമ്മത്ത് സ്ട്രീറ്റ് ആവും. അതാ നമ്മുടെ റാസി. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ? കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയൊക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്ങനെ നോക്കുന്നേ? തന്റെ മംഗല്യം ശരിക്കും ഉറപ്പിച്ചുല്ലേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോലെ ഇരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിൽ പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ആ തിരുമേനി സാഹിബിനിട്ട് സെറ്റപ്പ് പണിയാ തന്നത്. നമ്മുടെ ബിരിയാണിന്റെ മുമ്പിൽ കമ്മത്തിന്റെ ദോശയും സാമ്പാർ പിടിച്ചു നിക്കോ? ഇല്ലാന്ന്. ഓ, സാഹിബ് ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? കമ്മത്തിന്റെ 33ാമത്തെ കടയായത്. എവിടെ തുടങ്ങിയാലും കടയില് ബിവറേജസിന്റെ മുന്നിലെ മാതിരി ക്യൂവാ. എനിക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ക്യൂ കണ്ടിട്ട് ബിവറേജസ് എന്നും പറഞ്ഞ് ചെന്ന് കയറിയപ്പോഴല്ലേ കമ്മത്ത്. കുഴിവേലി, നമ്മുടെ കടയുടെ മുമ്പില് മറ്റൊരു ഹോട്ടൽ. നമുക്കത് സഹിക്കൂല. കമ്മത്തുമാർ കട തുടങ്ങരുത്. അന്ന് തിരുമേനിന്റെ ഹോട്ടൽ പൊട്ടിച്ച മാതിരി നിങ്ങളൊരു വഴി പറഞ്ഞേ. അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ഇന്നൊരു ലേഡിയാ. പേര് മഹാലക്ഷ്മി. കുറച്ച് രൂപ മുടക്കേണ്ടി വരും. അല്ല, ആ ലേഡി കൈക്കൂലി മേടിക്കൂ? അവര് മേടിക്കില്ല, പക്ഷെ ഞാൻ മേടിക്കും. അവരെ ഒതുക്കാൻ ഇച്ചിരി പാടാ. പൊതുവെ അവർക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടാത്തതിന്റെ അസുഖമാണെന്നാ ആളുകൾ പറയുന്നത്.